ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ സെഷനിൽ വന്നിരിക്കുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹയർ സ്റ്റോണിൻ ഷോപ്പിയുടെ കേസുണ്ടായിരുന്നു. 2 കേസുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കേസ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് കൗസർ സാറിൻ്റെ ബെഞ്ചിലായിരുന്നു. കോർട്ട് നമ്പർ 7C ഐറ്റം നമ്പർ 13 ആയിട്ടാണ് പരിഗണിച്ചത്. ഈ കേസ് എന്ന് പറഞ്ഞാൽ ജനുവരി 28 തൃശ്ശൂർ ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോടതിയിൽ നിന്ന് ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓർഡർ വന്നത് നാം ഇവർക്കും അറിയാമല്ലോ. അത് പൂർണ്ണമായിട്ടും ഹയർസിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയല്ല വന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റേ ആപ്ലിക്കേഷനുമായിട്ടുള്ള കേസായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നത്. ഹയർ സ്റ്റോണിൻ ഷോപ്പിയെ റെപ്രസെൻറ്റ് ചെയ്തത് അഡ്വക്കേറ്റ് മനോജ് വി ജോസ് സാറും അതുപോലെ രാജേഷ് സാറുമാണ്. ന്യൂട്ടൺസ് ലോയിലെ മെമ്പേഴ്സാണ്. അപ്പോൾ ഇന്ന് വളരെയധികം ഒരു ആശ്വാസ വാർത്ത തന്നെയാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നല്ലൊരു വാദമായിരുന്നു നടന്നത്. അവിടെ ഹയർ സ്റ്റോണിൻ ഷോപ്പിയെ റെപ്രസെൻറ്റ് ചെയ്ത് അഡ്വക്കേറ്റ് മനോജ് സാറും രാജേഷ് സാറും റേസ് ചെയ്ത്, കാരണം ഒരു പ്രോപ്പർ ഹിയറിംഗ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സ്റ്റഡി നടത്താതെയാണ് ബഹുമാനപ്പെട്ട തൃശ്ശൂർ സെഷൻസ് കോർട്ട് ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. കാരണം പല കാര്യങ്ങളും ഹിയർ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പരാമർശം ഹയർ സ്റ്റോണിൻ ഷോപ്പിയുടെ അഡ്വക്കേറ്റ്സ് കോർട്ടിൽ റേസ് ചെയ്തായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പർട്ടിക്കുലർ ഓർഡർ സ്റ്റേ ചെയ്യണമെന്നുള്ളൊരു ആവശ്യമാണ് ഹയർ സ്റ്റോണിൻ ഷോപ്പി കോർട്ടിൽ റേസ് ചെയ്തത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജസ്റ്റിസ് കൗസർ സർ ആ ആപ്ലിക്കേഷൻ പരിഗണിക്കുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ സ്റ്റേ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു. ജനുവരി 28 വന്ന ഓർഡർ ഇപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹയർസിനെ സംബന്ധിച്ച് വളരെയധികം നല്ല ഒരു വാർത്ത തന്നെയാണ്. ഹയർസിലുള്ള മെമ്പേഴ്സിനോട് എനിക്കത് ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പോൾ ആ കേസ് ഇനിയിപ്പോൾ ഫർദർ കോർട്ട് പ്രൊസീഡിങ്സിന് ഹിയറിങ്ങിന് വേണ്ടി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാർച്ച് 13 ഇപ്പോൾ പോസ്റ്റ് ആഫ്റ്റർ 3 weeks ഡേറ്റഡ് 13 മാർച്ച് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ വളരെ നല്ല ഒരു ഡയറക്ഷനിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് കേസ് അപ്ഡേറ്റ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തൃശ്ശൂർ സെഷൻസ് കോർട്ടിൻ്റെ ഓർഡർ സ്റ്റേ ചെയ്തിരിക്കുന്നു. അതാണ് ഫസ്റ്റ് കേസ് അപ്ഡേറ്റ്. രണ്ടാമത്തെ കേസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഹയർ സ്റ്റോണിൻ ഷോപ്പിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീന ശ്രീധരൻ്റെ ബെയിൽ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് നടന്നത് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ സാറിൻ്റെ ബെഞ്ചിലായിരുന്നു. കോർട്ട് നമ്പർ 6A ഐറ്റം നമ്പർ 330 330 ആയിട്ടാണ് പരിഗണിച്ചത്. അവിടെയും ഹയർസിനെ റെപ്രസെൻറ്റ് ചെയ്തത് ശ്രീനാ പ്രതാപിനെ റെപ്രസെൻറ്റ് ചെയ്തത് അഡ്വക്കേറ്റ് മനോജ് വി ജോസ് സാറും അതുപോലെ രാജേഷ് സാറും തന്നെയാണ്. അവിടെ ഇപ്പോൾ ആ കേസിൽ അത് മുൻകൂർ ജാമ്യാപേക്ഷയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടറിനോട് ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതിന് വേണ്ടി ആണ് ഇപ്പോൾ ഡയറക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ കേസ് ഇപ്പോൾ ഫർദർ കോർട്ട് പ്രൊസീഡിങ്സിന് വേണ്ടി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 27 ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് കേസ് അപ്ഡേറ്റ്സ്. എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ആദ്യത്തെ കോമ്പറ്റൻ്റ് അതോറിറ്റിക്ക് ായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ തൃശ്ശൂർ സെഷൻസ് കോർട്ടിൽ നിന്ന് വന്ന കോർട്ട് ഓർഡർ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി. രണ്ടാമത്തത് ഇനി മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹയർ സ്റ്റോണിൻ ഷോപ്പി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇനിയിപ്പോൾ ഫർദർ കോർട്ട് പ്രൊസീഡിങ്സിന് വേണ്ടി 27 ഫെബ്രുവരിയിൽ പരിഗണിക്കുന്നതാണ്. അപ്പോൾ ഈ 2 കേസ് അപ്ഡേറ്റ്സ് ആണ്. എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ മെമ്പേഴ്സിനോട് ഹയർസിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ആസ് യൂഷ്വൽ പറയുന്ന പോലെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കാര്യങ്ങളെല്ലാം ഇന്നലത്തെയും അതുപോലെ ഇന്നത്തെയും ഇപ്പോൾ നമ്മൾ കോർട്ട് അപ്ഡേറ്റ്സുകളൊക്കെ കാണുമ്പോൾ വളരെയധികം ഒരു പോസിറ്റീവ് ഫീല് തന്നെയാണ്. നല്ല നല്ല ഡയറക്ഷൻസിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അതാണ് എനിക്ക് നമ്മുടെ മെമ്പേഴ്സിനോട് ഷെയർ ചെയ്യാനുള്ളത്. സോ എല്ലാം ക്ലാരിഫൈഡ് ആണ്, എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.